അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു കേട്ടോ, ഒരു ലോങ് വീഡിയോ ഇടണോ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഷോർട്സ് മാത്രമാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്സിൽ തന്നെ വീഡിയോസ് ചെയ്യാം, ഈസി കുക്കിംഗ് റെസിപ്പീസും ട്രാവൽ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടാൽ പോരാ, ലോങ് വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഓഫ് ഡേ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ നോർമലി ഹസ്ബൻഡിന് രാവിലെ തന്നെ പോകണം, അതായത് ഒരു 7:30 അദ്ദേഹം വീട്ടിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പുള്ളിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അതുമാത്രമല്ല ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്യണം, ലഞ്ചും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാർ, അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ കുക്കിംഗ്, അതായത് ലഞ്ച് വരെയുള്ള കുക്കിംഗ് രാവിലെ തന്നെ ഒരു 7 തന്നെ കഴിയും കേട്ടോ. 7 AM ആകുമ്പോൾ തന്നെ മോർണിംഗിൽ കഴിയും. പിന്നെ അദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉള്ള ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഇപ്പോൾ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, വീടെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസമായിരിക്കും ഈ സാറ്റർഡേ എന്ന് പറയുന്നത്. കാരണം സാറ്റർഡേ എനിക്ക് ഫുൾ ടൈം ഓഫാണ്. അപ്പോൾ അത് കാരണം വേറെ ഒരു പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ക്ലീനിങ് പ്രോസസ്സിലേക്കായിരിക്കും കഴിക്കുക. അപ്പോൾ ഞാനൊരു 8:30 ആയപ്പോൾ കാപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ദോശയും സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഹസ്ബൻഡിന് കൊടുത്തത്. പക്ഷേ എനിക്ക് ചൂട് ദോശ ഈ ദിവസങ്ങളിൽ, അതായത് ഓഫ് ഡേയ്സിലൊക്കെ ദോശ തൊട്ട് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ദോശയാണ് ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നപ്പോൾ ഒരു ചെയറിൽ ഇങ്ങനെ കുറേ തുണികൾ വാരി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ 1 വീക്ക് ഉപയോഗിച്ച ഡ്രസ്സസ്സാണ്. എനിക്ക് വൈകുന്നേരം വന്നിട്ട് വാഷ് ചെയ്യുന്നൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ആ ഡ്രസ്സെല്ലാം കഴുകിയിട്ടു. അത് കഴിഞ്ഞ് ഞാൻ സാറ്റർഡേയ്സിൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാറുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് ഇലയിൽ ഇങ്ങനെ ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട് എനിക്ക്. നമ്മൾ വെക്കുന്ന കറികളൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മയ്ക്കതൊരു പൊതിച്ചോറായിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അമ്മയ്ക്കത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നും പൊതിച്ചോറിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് എല്ലാ ദിവസവും ഞാനും കുറേ കറികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ബാക്കി എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇനി ഞാൻ കാണിക്കുന്ന വീഡിയോസ് വീട്ടിൽ ഉള്ള കാര്യങ്ങളാണ്. വീട്ടിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോകുന്നു, അമ്മയായിട്ടൊന്ന് കാണുന്നു. ഇതാണ് എൻ്റെ വീട്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന വീടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജനിച്ച വീടൊക്കെ വേറെയാണ്. അത് കഴിഞ്ഞിട്ട് ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ പുതുതായിട്ട് വെച്ച വീടാണ് കേട്ടോ. ഏകദേശം ഒരു 10-15 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെ സ്വന്തം വീട്ടിൻ്റെ അവിടെയുള്ള ഒരു വയലൊക്കെ ആയിരുന്നു. പണ്ട് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ വാഴ കൃഷിയൊക്കെ ആയിട്ടും അതിന് ഈ വയലിൻ്റെ അകത്തൂടെയൊക്കെ റോഡൊക്കെ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട എന്തോ ഒരു നാച്ചുറൽ ബ്യൂട്ടി മിസ്സിങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ വീട്ടിൽ പോയപ്പോൾ വയലൊക്കെ പോയി ഒന്ന് കാണാം, കുറച്ച് ആളായില്ലേ എന്നൊക്കെയുള്ളൊരു ഇതിലിങ്ങനെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പല സ്ഥലങ്ങളിലും കാട് പിടിച്ചൊക്കെ കിടപ്പുണ്ട്, കൃഷികളൊന്നുമില്ല. പക്ഷെ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ വയലിൻ്റെ വരമ്പിലൂടെയൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെ. അത് ആ ഒരു മെമ്മറി ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അപ്പോൾ ഇന്നിനി നമുക്ക് പുറത്ത് പോയിട്ട് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ ഞങ്ങൾ റാഫിയിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ സാറ്റർഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു